Next question number 2. Determine whether the set of vectors P2 is linearly independent or linearly dependent. ഈ എസിലെ ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ P2 എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുക A1B1 പ്ലസ് A2V2 പ്ലസ് A3V3 ഈക്വൽ ടു 0 എന്ന് എഴുതുക. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്തു. A1 into this plus A into this plus B into this plus C into this ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് ഈക്വൽ ടു 0 എന്ന് എഴുതി. 0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഈ 0 എന്നുള്ളത് നമ്മൾ 0 0 0 ആണ് വേണ്ടത് കേട്ടോ. 0 0 0. അപ്പം ഇത് 0, ഇത് 0, ഇത് 0 ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മൾ കിട്ടിയത്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇത് റോ ഇത് എ, ഇവിടെ നമുക്ക് എ ആണ്, ഇതാണ്, ഇതുണ്ടോ? ഇവിടെ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് അല്ല എടുക്കുന്നത്, 0 കൂട്ടിലെ എ തന്നെയാണ് എടുക്കുന്നത്, എ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എ റോ എഷ്ലോൺ ഫോമിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് കിട്ടി. ഇവിടെ നമ്മൾ റാങ്ക് ഓഫ് എ എത്രയാണ്? 1 2 ആണ്. റാങ്ക് ഓഫ് എ 2 ആണെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. എയും ബിയും സിയും ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എയും ബിയും സിയിലും സിയെ ടി ആയിട്ട് എടുക്കുക. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് കിട്ടും? സി ടി ആയിട്ട് എടുക്കുമ്പോൾ ഇൻഫിനിറ്റി സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ ആണെങ്കിൽ ഇൻഫിനിറ്റി സൊല്യൂഷൻ ഉണ്ട്. അപ്പം എസ് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഇനി നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇന്ന് റാങ്ക് ഓഫ് എ 2ഉം നമ്പർ ഓഫ് അൺനോൺ 3ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ടി, ഈ 0 നമ്മൾ എന്ത് ചെയ്യും? സി ഈക്വൽ ടു ടി എന്നെടുക്കും. സി ഈക്വൽ ടു ടി എന്നെടുത്തു. ടി എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സിൽ 0 0 0 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സി ഈക്വൽ ടു ടി എന്നെടുത്തു. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3b പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് ബി കിട്ടി. പിന്നെ എന്താണ്? എ പ്ലസ് 2b ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് എയും കിട്ടി. അതാണ് അതിൻ്റെ അകത്ത് എയും കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്തിട്ട് എയും ബിയും സിയും കിട്ടി. എയും ബിയും കിട്ടി. സി ഈക്വൽ ടു ടി എന്നെടുത്തു. സി ഈക്വൽ ടു ടി എന്ന് നമ്മളെടുത്തു. നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. എന്നിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ സി ഈക്വൽ ടു ടി എന്നെടുത്തു. ബി കിട്ടി, എ കിട്ടി. എന്നിട്ട് നമ്മൾ ടിക്ക് സി ഈക്വൽ ടു ടി ആണ്, ടിക്ക് 3 കൊടുക്കുക. ടി ഈക്വൽ ടു 3. അപ്പോൾ എ ഇത് കിട്ടി, ബി ഇത് കിട്ടി, ടി ഈക്വൽ 0 ആണ്, സി ഇത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ 2v1 മൈനസ് v2 പ്ലസ് 3v3 ഈക്വൽ 0. ദാറ്റ് ഈസ് ഇത് ഇങ്ങനെ കിട്ടും. ഈ എയും ബിയും സിയും 0 അല്ല. നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ റാങ്ക് ഓഫ് എ 2 ആണ്, നമ്പർ ഓഫ് അൺനോൺ 3 ആണ്, റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇനി ഡിപ്പെൻഡൻ്റ് ആണ്. എങ്ങനെയാ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്? നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിക്കുകയാണ്. നോട്ട് ഈക്വൽ ടു 0യിൽ കണ്ടുപിടിക്കണം. എയും ബിയും സിയും 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇവിടെ 0 അല്ലാതെ നമുക്ക് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Determine whether the set of vectors M22 2x2 matrix linearly independent or linearly dependent. അപ്പോൾ 2x2 മെട്രിക്സ്, ഈ 3 മെട്രിക്സ് എഴുതി. എന്നിട്ട് നമ്മൾ എഴുതുന്നു C1A1 പ്ലസ് C2A2 പ്ലസ് C3A3. ഇതാണ് A1, ഇത് A2, ഇത് A3. 0 എന്നിട്ടു. ഇനി നമ്മൾ നോക്കുന്നത് C1 C2 C3
സീറോ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതി 0 0 0 എന്ന് എഴുതി, ഇത് സോൾവ് ചെയ്തു. ഇതുണ്ടോ, ഇത് സോൾവ് ചെയ്തപ്പോൾ 0 0 0 എന്ന് എഴുതി. ദെൻ ഇതിനകത്ത് C1 C2 C3 ആദ്യത്തെ ഇക്വേഷൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് 0, C1 = 0, ഇത് 0, C1 C2 = 0. ഇതിനകത്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, C1 0 എന്ന് കിട്ടി, C1 0 എന്ന് കിട്ടി. ഫോർത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ C2 0 എന്ന് കിട്ടി. ഇത് 0, C1 0, അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ C2 0, അത് മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ C3 0. അതുകൊണ്ട് എന്താ, C1 C2 C3 എല്ലാം 0 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. C1ഉം C2ഉം C3ഉം 0 ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 4. ഇത് R² സ്പാൻ ചെയ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. R² സ്പാൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. R². അപ്പം നമ്മൾ ഇങ്ങനെ ഇതെഴുതി R². എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലീനിയർലി സ്പാൻ വി ചെക്ക് വെദർ ദ ടു വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ കോളം വെക്ടേഴ്സിൽ എഴുതി. ഇത് കോളം വെക്ടേഴ്സിൽ എഴുതി, ഇത് കോളം വെക്ടറിൽ എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വേണ്ട, ഡിറ്റർമിനൻ്റ് -4 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തത്, ഇത് സ്പാൻ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. R² സ്പാൻ ചെയ്യുമെന്നത്. അപ്പം 2 0 0 1 2 0 0 1 അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടു, 2 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ചെയ്യും. അടുത്ത് ഈ 3 എണ്ണം R³ അതിപ്പോൾ സ്പാൻ ചെയ്യോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ചെയ്യുമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോളം എഴുതി, ഇതിൻ്റെ കോളം എഴുതി, ഇതിൻ്റെ കോളം എഴുതി, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ 228 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഡിറ്റർമിൻ വെദർ ദ സെറ്റ്, ഈ 4 എലമെൻറ്റ് സ്പാൻ R³ ഓർ നോട്ട്. ഇവിടെ 4 എലമെൻ്റ് ഉണ്ട്, ഇവിടെ 4 എലമെൻ്റ് ഉണ്ട്. R³ 4 എലമെൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. 3 എലമെൻ്റ് മതി. 4 എലമെൻ്റ് ആണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. R3യിൽ 3 എലമെൻ്റ് മതി നമുക്ക് R3 ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാൽ നമ്മൾ ചെയ്തു നോക്കണം. 3 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിപ്പോൾ പറയാൻ പറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഇത് കോളത്തിലെഴുതി, ഇത് കോളത്തിലെഴുതി, ഇത് കോളത്തിലെഴുതി, ഇത് കോളത്തിലെഴുതി. എന്നിട്ട് അതിൻ്റെ റാങ്ക് അത് റോ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റാങ്ക് ഇങ്ങനെ വന്നു. ഇവിടെ റാങ്ക് എത്രയാണ്, റാങ്ക് ഓഫ് എ ഈക്വൽ ടു എ ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എന്തായിരിക്കും, 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 ആണ്. 2 ഫ്രീ വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ദെയർഫോർ ഇറ്റ് ഡസ് നോട്ട് സ്പാൻ R³ ഓർ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഓർമ്മ വേണം, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7, ഡിറ്റർമിൻ വെദർ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് M 4/1 4/1 മെട്രിക്സ് ആണ്. 4 റോയും ഒരു കോളവുമുള്ള വെക്ടർ മെട്രിക്സ് തന്നിട്ടുണ്ട്. 4 വെക്ടർ തന്നിട്ടുണ്ട്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 4 വെക്ടർ, 1 2 3 4 കോളം മെട്രിക്സ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, V1 V2 V3 എടുത്തു. V1 V2 V3 ഇത് 4 എടുത്തു. അതിൻ്റെ റോ റെഡ്യൂസ് ചെയ്തു.
റോ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് അത് നമുക്ക് കണ്ടോ ഇതിങ്ങനെ കിട്ടി. ഇവിടെ റാങ്ക് എത്രയാണ്? 1 2 3 4. റാങ്ക് ഓഫ് എ 4 ആണ്. നമ്പർ ഓഫ് അൺനോൺ എത്രയാ? നമ്പർ എത്രയാ? 4. റാങ്ക് ഓഫ് എ ഈക്വൽ ടു n കിട്ടി, 4 ആണ്. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഈ 4 മെട്രിക്സും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. ഡിറ്റർമിൻ വെദർ ദ സെറ്റ് എക്സ് സ്ക്വയർ 1 + x square ഓഫ് വെക്ടേഴ്സ് ഇൻ P2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓർ ലീനിയർലി ഡിപെൻഡന്റ്. അപ്പോൾ പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ V1 ആയിട്ടെടുത്തു, ഇത് V2 ആയിട്ടെടുത്തു. C1 V1 + C2 V2 = 0 എന്ന് എടുത്തു. അപ്പം C1 V1 + C2 V2 = 0. അപ്പം ഇതിനെ നമ്മൾ C1 + C2 x² + C2 = 0. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതി. C1 + C2 = 0. ഇതിൻ്റെ ഫസ്റ്റ് ഇതിപ്പോൾ 0 0 എന്നാണ് വരുന്നത്. ഇതിൻ്റെ x² കോഎഫിഷ്യന്റ് 0, കോൺസ്റ്റന്റ് 0. അപ്പോൾ C1 + C2 = 0, കോൺസ്റ്റന്റ് C2 = 0 എന്നാണ് വരിക. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത് ഇവിടെ ഇത് 0 0. C1 ഇത് 0 ആയിരിക്കും, സെപ്പറേറ്റ്. x² കോഎഫിഷ്യന്റ് 0 ആയിരിക്കും, കോൺസ്റ്റന്റും 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ മെട്രിക്സിൽ എഴുതും. അപ്പം മെട്രിക്സിൽ എഴുതുമ്പോൾ 1 1 1 1 1. ഇവിടെ 0 C1 + C2 ആണ്. അപ്പോൾ 0 1. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ ഡിറ്റർമെൻറ്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ റാങ്ക് 2 ആണ്, നമ്പർ ഓഫ് അൺനോൺ 2 ആണ്. അതുകൊണ്ട് ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടുക. അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഈ 2 വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്.